സൗകര്യത്തിന് 56 കോടി രൂപ കൂടി വകയിരുത്തുന്നു. നാക് അക്രഡിറ്റേഷന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 28 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് 100 വർഷം പിന്നിടുകയാണ്. PGയുടെയും PKBയുടെയും സ്മാരകമായി പുതിയൊരു ലൈബ്രറി ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജത ജൂബിലി വർഷം പ്രത്യേക സ്കീമുകൾക്ക് 20 കോടി രൂപ അനുവദിക്കുന്നു. സർ, കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ എക്ക് മുകളിൽ ഗ്രേഡുള്ള എല്ലാ കോളേജുകൾക്കും പുതിയ കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. ചില കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് ഇതിന് പുറമേയും കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. മൊത്തം 197 കോഴ്സുകൾക്കാണ് അനുവാദം നൽകിയത്. സർ, ഇതുവരെ പറഞ്ഞ നടപടികൾ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ സർവകലാശാലകൾ നാക് അക്രഡിറ്റേഷന്റെ 3.5 ഗ്രേഡിലേക്കെങ്കിലും ഉയരണമെന്നതാണ് ലക്ഷ്യം. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും സ്കൂളുകളും ദേശീയ തലത്തിൽ അംഗീകാരം നേടും. എല്ലാറ്റിലുമുപരി വിജ്ഞാന സമൂഹത്തിലേക്കുള്ള കേരളത്തിന്റെ കുതിപ്പിന് പ്രത്യേക ഉത്തേജകമായി മാറും. ഉന്നത വിദ്യാഭ്യാസ പരിവർത്തനത്തിൽ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട്. 131 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജേണൽ കൺസോർഷ്യം നടപ്പാക്കും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർവകലാശാലകളെ അഫിലിയേറ്റഡ് കോളേജുകളെയും ഡിപ്പാർട്ട്മെന്റിനെയും ഗ്രേഡ് ചെയ്യുന്ന അക്രഡിറ്റേഷൻ ഒരു പദ്ധതി ആവിഷ്കരിക്കും. മികച്ച ഗ്രേഡ് ലഭിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് പ്രത്യേക ധനസഹായം നൽകും. ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന് ആസ്ഥാന മന്ദിരം വാങ്ങുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. സർ, നമ്മുടെ വിജ്ഞാന സമൂഹത്തിന്റെ അടുത്ത ഘടകത്തിലേക്ക് കേരളം ഇന്നൊവേഷൻ സമൂഹം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിജ്ഞാനം ഇന്നൊവേഷൻസ് ആയിട്ട് മാറണം. വിജ്ഞാന ഉൽപാദനം ഇന്നൊവേഷൻസ് ആയി രൂപാന്തരപ്പെടണം. സമൂഹത്തിലെ പുതിയ അറിവുകൾ സാമ്പത്തിക മേഖലയിലെയോ സങ്കേതങ്ങളോ അല്ലെങ്കിൽ പ്രക്രിയയോ സംഘാടനമോ ഉൽപ്പന്നമോ വിപണനമോ ആയി രൂപാന്തരപ്പെടുന്നതാണ് ഇന്നൊവേഷൻ അഥവാ നൂതന വിദ്യ. കേരളം അതിവേഗത്തിൽ വളരണമെങ്കിൽ എല്ലാ തലങ്ങളിലും നിരന്തരമായ ഇന്നൊവേഷൻ നടക്കണം. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ ഒരു അനുഭവം പറയട്ടെ. കേരളത്തെ വികസനത്തെ ഗാഢമായി സ്വാധീനിക്കാൻ പോകുന്ന പദ്ധതികളൊന്നായി ചകിരിച്ചോറ് കൊണ്ടുള്ള ബൈൻഡർലെസ് ബോർഡ് ഉയർത്തിക്കാട്ടിയിരുന്നു. ഈ ആശയം വാഗ്നിംഗൻ സർവകലാശാലയിലെ ലബോറട്ടറിയിൽ പിറന്നതാണ്. ഈ ആശയത്തെ നമ്മുടെ ഫോർമാറ്റിംഗ് സെന്റർ പൈലറ്റ് പ്ലാന്റിൽ പ്രോട്ടോടൈപ്പായി വികസിപ്പിച്ചിട്ടുണ്ട്. ചകിരിച്ചോറ് അല്ലെങ്കിൽ ഉണക്കത്തുണ്ടിന്റെ പൊടിയിൽ നിന്ന് ഏറ്റവും ഉറപ്പുള്ള പലക ഒരു രാസപദാർത്ഥവും നിർമ്മിക്കാനാവും തെളിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം ഈ വർഷമുണ്ടാവും. ഇത് കേരളത്തിലെ പ്ലൈവുഡ് വ്യവസായത്തിന്റെ സ്വഭാവം മാറ്റും. ഇത് ഇത്രയുമേറെ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് നാളികേരത്തിന് 1 രൂപയെങ്കിലും തൊണ്ടിന്റെ വിലയായിട്ട് അധികമായി ലഭിക്കും. ഇതുപോലെ ഓരോ മേഖലയിലും ഇന്നൊവേഷൻ സന്നിവേശിപ്പിക്കാനുള്ള അന്തരീക്ഷ സൃഷ്ടിക്ക് വേണ്ടി ഒരു 4 കർമ്മ പരിപാടി ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുകയാണ്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നൂതനമായ ചിന്തകളെ പുലരുന്ന കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മറ്റു സാധാരണക്കാർക്കും ഈ ഇന്നൊവേഷൻ പ്രക്രിയയിൽ പങ്കാളിത്തമുണ്ടാകും. 1. തങ്ങളുടെ പ്രദേശത്തെ കൃഷി, വ്യവസായം, സേവനം, വ്യാപാരം തുടങ്ങിയ മേഖലകളിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് നൂതന സങ്കേതത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരം ഒരാൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ നൂതന വിദ്യ അപ്ലോഡ് ചെയ്യുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാകും. KDISC ഇങ്ങനെ വരുന്ന നൂതന ആശയങ്ങളെയും വിദ്യകളെയും തരംതിരിക്കുകയും വിവിധ മേഖല വിദഗ്ധരുടെ സഹായത്തോടെ വിലയിരുത്തുകയും ചെയ്യും. അടുത്ത ഘട്ടത്തിൽ സ്റ്റാർട്ടപ്പ് മിഷനും കേരള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷനും ചേർന്ന് ഈ ഇന്നൊവേഷൻസിനെ ഗ്രേഡ് ചെയ്ത് പ്രൊഡക്റ്റുകളായി വികസിപ്പിക്കുന്ന ധനസഹായവും മെന്ററിംഗും നൽകും. 5 സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുന്ന മുറയ്ക്ക് ഉൽപ്പന്നങ്ങൾ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിന് ഇവർ മുൻകൈയെടുക്കും. ഇങ്ങനെ വികസിക്കുന്ന സങ്കേതങ്ങൾ നിശ്ചിത വിലക്ക് ടെൻഡർ ഇല്ലാതെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ വാങ്ങുന്നതിന് അവസരമുണ്ടാകും. സേവനങ്ങളുടെയും സങ്കേതങ്ങളുടെയും ടേൺ ഓവറിന് അനുപാതികമായി ഡിഫ്യൂഷൻ സബ്സിഡി നൽകുന്നതിനും പരിപാടിയുണ്ട്. പുതിയ സങ്കേതങ്ങൾ സന്നിവേശിപ്പിക്കുന്ന ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവില്ല എന്നുള്ള ബോധപൂർവമായ ഇടപെടലാണിത്. 2. പരീക്ഷണാടിസ്ഥാനത്തിൽ KDISC നടപ്പാക്കിയ യങ് ഇന്നൊവേഷൻ ചലഞ്ചും അസാപ്പിന്റെ ഹാക്കത്തോണും സംയോജിപ്പിച്ച് കേരള ഇന്നൊവേഷൻ ചലഞ്ച് എന്ന പേരിൽ വിപുലീകരിക്കുകയാണ്. 20 മേഖലകളിൽ 3 ഘട്ടങ്ങളിലായാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഏത് വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും സംഘങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
രജിസ്ട്രേഷന് ശേഷം ബന്ധപ്പെട്ട ഡൊമൈൻ കേന്ദ്രങ്ങൾ അപേക്ഷ വിശദമായി പരിശോധിക്കും. ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ജില്ലാതലത്തിൽ നേരിട്ട് അവതരണം ഉണ്ടാവും. 25,000 രൂപ വീതം 8,000 സംഘങ്ങൾക്ക് സമ്മാനം നൽകും. ഇവിടെ നിന്ന് സംസ്ഥാനതല അവതരണത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന 2,000 സംഘങ്ങൾക്ക് 50,000 രൂപ വീതം നൽകും. സംസ്ഥാനതലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രോട്ടോടൈപ്പുകൾക്ക് ഉൽപ്പന്നമായി മാറ്റുന്നതിന് 3 വർഷത്തേക്ക് സാങ്കേതികവും സാമ്പത്തികമായ സഹായം സർക്കാർ നൽകും. സർ, കേരള ഇന്നൊവേഷൻ ചലഞ്ച് പദ്ധതിക്കായി 40 കോടി രൂപ വകയിരുത്തുന്നു. 3, കേരളത്തിലെ പ്രാദേശിക സർക്കാരുകൾ സ്കീമുകളല്ല, പ്രൊജക്ടുകൾ നടപ്പാക്കുന്നു. അതുകൊണ്ട് നൂതന സങ്കേതങ്ങളും രീതികളും ഉപയോഗപ്പെടുത്തുന്നതിന് സ്വാതന്ത്ര്യം വളരെയേറെയുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വികസന ഫണ്ടിന്റെ 0.5% SP സെൻ ഇന്നൊവേഷൻ ഫണ്ടായി മാറ്റിവെക്കുന്നതാണ്. KDISCന്റെയും കിലയുടെയും ആഭിമുഖ്യത്തിൽ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സ്കീം വിപുലീകരിച്ച് ഓരോ വികസന മേഖലയിലും ഏറ്റവും മികച്ച നൂതന പ്രൊജക്ടുകൾ രൂപം നൽകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ഫണ്ടിൽ നിന്ന് പ്രത്യേക ധനസഹായം നൽകും. ഇതിനായി പുതിയ സങ്കേതങ്ങൾ, സംഘാടന രീതികൾ, പ്രക്രിയ നവീകരണം, സുതാര്യതയും മോണിറ്ററിംഗും വിപണനവും എന്നീ തുറകളിലെ നൂതനത്വമാണ് പരിശോധിക്കുക. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് DPC പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ഇന്നൊവേഷൻ കൌൺസിൽ രൂപീകരിക്കുന്നതാണ്. ജലനിധി പദ്ധതി ഒളവണ്ണ പഞ്ചായത്തും, ആശ്രയ പദ്ധതി നെടുമ്പാശ്ശേരി പഞ്ചായത്തും, ബഡ് സ്കൂള് വെങ്ങാനൂർ പഞ്ചായത്തും, ജനകീയ പച്ചക്കറി കഞ്ഞിക്കുഴി പഞ്ചായത്തും, കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുമാണ് ഇന്നോവേറ്റ് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കാം. സർ, SP സെൻ ഇന്നൊവേഷൻ ഫണ്ടിന് 35 കോടി രൂപ വകയിരുത്തുന്നു. 4, സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ സോണുകൾ ആരംഭിക്കും. വകുപ്പുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സ്റ്റാർട്ടപ്പുകളെ ബോധപൂർവം ബന്ധപ്പെടുത്തുന്ന പരിപാടിയാണിത്. ഒരു ഉദാഹരണത്തിലൂടെ ഈ പരിപാടി എന്തെന്ന് വിശദീകരിക്കാം. ഈ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ മാൻഹോൾ സിനിമയെ പരാമർശിച്ചുകൊണ്ട് ശുചീകരണത്തിന് യന്ത്രവൽക്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് കേട്ട ഒരു പറ്റം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മാൻഹോൾ ശുചീകരണത്തിന് ബാൻഡിക്യൂട്ട് എന്ന റോബോട്ടിന് രൂപകൽപ്പന നൽകി. മാത്യു തോമസ് ഇവിടെ ഇല്ല. വാട്ടർ അതോറിറ്റിയിൽ ഒരു സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടെ പരീക്ഷണം നടപ്പാക്കിയ ഇന്നൊവേഷൻ സോൺ ഈ കുട്ടികൾ രൂപം നൽകിയ യന്ത്രത്തെ കൂടുതൽ മൂർത്തമാക്കുന്നതിനും പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതിനുമൊക്കെ അരങ്ങൊരുക്കി. ഇതിന് അന്തിമ രൂപം നൽകുന്നതിന് KFC വായ്പ നൽകി. ഇന്ന് ജെൻ റോബോട്ടിക്സ് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്യാമ്പസ് സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് കരുതുന്നത്. 200 കോടി രൂപയാണ് ഈ കമ്പനിയുടെ വിപണന മൂല്യം എന്നാണ് ഞാൻ അറിഞ്ഞത്. സ്റ്റാർട്ടപ്പ് അപ്പൊ ഇങ്ങനെയുള്ള ഇന്നോവേഷൻസ് നമുക്ക് ഉൽപാദനത്തിലേക്ക് സന്നിവേശിപ്പിക്കണം. അതിനാണ് സ്റ്റാർട്ടപ്പ്. ഇന്നൊവേഷൻ പ്രോത്സാഹന സ്കീമുകളിലൂടെ രൂപം കൊള്ളുന്ന ഉൽപ്പന്നങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ സംരംഭങ്ങളാക്കി മാറ്റുന്നതിന് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കും. IT-യിൽ മാത്രമല്ല, നൂതന സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മറ്റ് മേഖലകളിലെല്ലാം സ്റ്റാർട്ടപ്പുകൾ പ്രസക്തമാണ്. സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ശക്തമായ പ്രോത്സാഹന അന്തരീക്ഷ സൃഷ്ടിയിൽ ദേശീയതലത്തിൽ കേരളം കഴിഞ്ഞ 2 വർഷമായി ടോപ്പ് പെർഫോമറാണ്. സ്റ്റാർട്ടപ്പ് പ്രോത്സാഹനത്തിന് 6 ഇന പരിപാടി പ്രഖ്യാപിക്കുകയാണ്. 1, കേരള ബാങ്ക്, KSIDC, KFC, KSFE എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിന് രൂപം നൽകുന്നതിലേക്ക് 50 കോടി രൂപ ബഡ്ജറ്റിൽ നൽകുന്നു. പൂർണ്ണമായും പ്രൊഫഷണലും സ്വതന്ത്രവുമായ രീതിയിലായിരിക്കും ഈ ഫണ്ട് പ്രവർത്തിക്കുക. ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് പുറത്തുനിന്ന് നിക്ഷേപം ആകർഷിക്കുകയാണെങ്കിൽ അതാണ് ചെയ്യുന്നത്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പുറത്തുനിന്ന് വെഞ്ചർ ക്യാപിറ്റലോ ഏഞ്ചൽ ഫണ്ടിങ്ങോ നിക്ഷേപം ആകർഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫണ്ടിൽ നിന്ന് മാച്ചിങ് ഗ്രാന്റ് നിക്ഷേപം ലഭ്യമാക്കും. ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് ഇതിനകം സീഡ് ഫണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഓഹരി പങ്കാളിത്തമായി മാറ്റും. 2, KSCDCയും KFCയും കേരള ബാങ്കും സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന വായ്പയിൽ നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അതിന് 50% സർക്കാർ താങ്ങായി നൽകുന്നതാണ്. 3, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കിക്കൊണ്ടിരുന്ന കേരള ഫണ്ട് ഫോർ ഫണ്ട് സ്കീം ടെക്നോളജി പ്രൊഡക്ട് സ്റ്റാർട്ടപ്പ് വിപുലീകരിക്കുന്നതിനുള്ള 20 കോടി രൂപ വകയിരുത്തുന്നു. ഇതിന് പുറത്തുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് സഹായകരമാകും. 4, സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് ഓർഡറിന്റെ 90% പരമാവധി 10 കോടി രൂപ വരെ 10% പലിശയ്ക്ക് ലഭ്യമാക്കും. പർച്ചേസ് ഓർഡറുകളാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് പദ്ധതി ഉണ്ടാക്കും. ഇനി കൊളാറ്ററൽ സെക്യൂരിറ്റി വാങ്ങുന്നതെല്ലാം. അതുപോലെ തന്നെ സർക്കാർ ചെലവിന്റെ
വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട നൂതന പ്രോട്ടോടൈപ്പുകളുടെ വിപുലീകരണത്തിന് 1 കോടി രൂപ വരെ ലഭ്യമാക്കും. KFCയും കേരള ബാങ്കും വഴിയാണ് ഈ സ്കീമുകൾ നടപ്പാക്കാം. 5. കേരള സർക്കാരിന്റെ വലിയ തുകയ്ക്കുള്ള ടെൻഡറുകളിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുമായി ചേർന്നുള്ള കൺസോർഷ്യം മോഡൽ പ്രോത്സാഹിപ്പിക്കും. ഇത്തരത്തിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ കൺസോർഷ്യം പാർട്ണർ എടുക്കുന്ന ടെൻഡറുകൾക്ക് മുൻഗണനകൾ നൽകും. ഇത്തരമൊരു സമീപനം എല്ലാ സർക്കാർ വകുപ്പുകളും സ്വീകരിക്കുന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും. 6. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ അന്തർദേശീയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി പ്രത്യേക പരിപാടിക്ക് രൂപം നൽകും. വിദേശ സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും വിദേശ കമ്പനികളും സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ലോഞ്ച് പാഡുകൾ സ്ഥാപിക്കും. സ്റ്റാർട്ടപ്പുകളുടെ വികസനവും വിവിധ വികസന മേഖലകളിലേക്കുള്ള ഇവിടെ ഏകോപനമാണ് സ്റ്റാർട്ടപ്പ് മിഷന്റെ ധർമ്മം. സ്റ്റാർട്ടപ്പ് മിഷൻ ആഭിമുഖ്യത്തിൽ കൊച്ചി കിൻഫ ഹൈടെക് പാർക്കിൽ ടെക്നോളജി ഇന്നൊവേഷൻ സോൺ കഴിഞ്ഞ വർഷം സ്ഥാപിച്ചിരുന്നു. ഈ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. സ്റ്റാർട്ടപ്പ് മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള യൂത്ത് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പരിപാടി, സ്റ്റാർട്ടപ്പുകളുടെ ഇൻക്യുബേഷൻ, ആക്സിലറേഷൻ, ഉൽപ്പന്നങ്ങളുടെ വികസനവും മാർക്കറ്റിംഗും, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുടെ പ്രത്യേക പ്രോത്സാഹന പരിപാടി എന്നിവയ്ക്ക് 59 കോടി രൂപ വെക്കുന്നു. KSCDC ഇന്നൊവേഷൻ ആക്സിലറേഷൻ സ്കീമിന് 11 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റാർട്ടപ്പുകൾക്കായി മെന്ററിംഗ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നതാണ്. സർ, ഇപ്പോൾ പ്രഖ്യാപിച്ച 6 ഇന പരിപാടികളുടെ ഫലത്തിൽ 20,000 പേർക്ക് തൊഴിൽ നൽകുന്ന 2,500 സ്റ്റാർട്ടപ്പുകൾ കൂടി 2021-22 IT വ്യവസായം. പറന്നുയരാൻ തുടങ്ങിയ IT വ്യവസായത്തിന് കോവിഡ് പകർച്ചവ്യാധി തിരിച്ചടിയായി. ചെറിയൊരു ശതമാനം ജീവനക്കാരെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് പണിയെടുക്കുന്നുള്ളൂ. പല കമ്പനികളും അവരുടെ ഓഫീസ് സ്പേസ് വെട്ടിക്കുറച്ചു. ഈ സാഹചര്യത്തിലും 2000 IT പ്രൊഫഷണലുകൾക്ക് ജോലി നൽകുന്ന 8 കമ്പനികൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചു. ക്വാന്റഫി എന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനി 2021 ആദ്യ പാദത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ടെക്നോ സിറ്റിയിൽ ടോറസ് ഡൗൺ ടൗണിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രിഗേഡ് എന്റർപ്രൈസസ് വേൾഡ് സെന്റർ നിർമ്മാണം ഏപ്രിലിൽ ആരംഭിക്കും. കൊച്ചി ഇൻഫോ പാർക്കിൽ 2000 പേർക്ക് ജോലി നൽകുന്ന 40 കമ്പനികൾ ആരംഭിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനം അമേരിക്കയിലെ ഓർത്തോ ഇഫക്ട്സ് എന്ന ഡെന്റൽ കമ്പനിയാണ്. കൊച്ചിൻ ക്ലേസിസ് ടെക്നോളജീസ്, മീഡിയ സിസ്റ്റം സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, കാസ്പിയൻ ടെക്സ് പാർക്ക്, IBS സോഫ്റ്റ്വെയർ സർവീസസ് എന്നീ കമ്പനികളുടെ പാർക്കുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. വികേന്ദ്രീകൃത IT വർക്ക് സ്റ്റേഷനുകൾ തുടങ്ങുമ്പോഴും പാർക്കുകളുടെ വികസന ഊന്നലിൽ ഒരു കുറവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ടെക്നോ പാർക്കിന്റെ വികസനത്തിന് 22 കോടി രൂപയും ഇൻഫോ പാർക്കിന് 36 കോടി രൂപയും സൈബർ പാർക്കിന് 12 കോടി രൂപയും നീക്കിവെക്കുന്നു. ടെക്നോ സിറ്റിയിലും ഇൻഫോ പാർക്കിലും കിഫ്ബി സഹായത്തോടെ 4.6 ലക്ഷം ചതുരശ്രയുടെ തൊഴിൽ സമുച്ചയങ്ങൾ 2021-22 ഉദ്ഘാടനം ചെയ്യും. ഇതിൽ മറ്റു വൈജ്ഞാനിക വ്യവസായങ്ങൾ കേരളത്തിലെ ജൈവ വൈവിധ്യം, ആയുർവേദ പാരമ്പര്യം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ബയോടെക്നോളജി വ്യവസായങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. ബയോടെക്നോളജി വ്യവസായ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട R&D സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് തോന്നക്കല്ല് 260 ഏക്കർ വിസ്തൃതിയുള്ള ലൈഫ് സയൻസ് പാർക്ക് നിർണായക പങ്ക് വഹിക്കും. 70 ഏക്കർ സംരംഭകർ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. 136 കോടിയുടെ ബയോ ഇൻക്യുബേഷൻ സെന്റർ നിർമ്മാണത്തിലാണ്. 24 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും KSIDCയും ചേർന്ന് ലൈഫ് സയൻസ് പാർക്കിൽ 230 കോടി രൂപയുടെ മെഡിക്കൽ ഡിവൈസസ് പാർക്ക് സ്ഥാപിക്കുന്നുണ്ട്. നീതി ആയോഗിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ് ഈ പദ്ധതിക്ക് 24 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായമാണ് കേരളം ഊന്നേണ്ട മറ്റൊരു മേഖല. ഇന്ത്യയിലെ പൊതുമേഖലാ മരുന്ന് വ്യവസായശാലകളെല്ലാം വിറ്റു തുലച്ചുകൊണ്ടിരിക്കുമ്പോൾ KSDP കേരളത്തിന്റെ ബദലായി ഉയരുന്നതിൽ അഭിമാനിക്കാം. KSDPയുടെ ഉൽപ്പാദനം 2015-16 ഏതാണ്ട് 20 കോടിയായിരുന്നു. 2020-21 150 കോടിയാണ്. നോൺ ബീറ്റാ ലാക്ടം ഇൻജക്റ്റബിൾ യൂണിറ്റ് ഈ വർഷം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഉൽപ്പാദനശേഷി 250 കോടി രൂപയായി ഉയരും. നിലവിലുള്ള പ്രൊജക്ടുകൾ പൂർത്തീകരിക്കുന്നതിന് 15 കോടി രൂപ അനുവദിക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് 150 കോടി രൂപയുടെ ധനസഹായത്തോടുകൂടി KSDPയുടെ മാനേജ്മെന്റിൽ ക്യാൻസർ മരുന്നുകൾക്കുള്ള പ്രത്യേക പാർക്ക്
2021-22 യാഥാർത്ഥ്യമാവും. ഈ വർഷം തറക്കല്ലിടും. അവയവമാറ്റ ശാസ്ത്രക്രിയ രോഗികൾക്ക് അനിവാര്യമായതും 250 രൂപ കമ്പോള വില വരുന്നതുമായ 6 ഇനം മരുന്നുകൾ മുഖ്യമന്ത്രിയുടെ 2ാം 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കുന്നു. 15 പുതിയ ഫോർമുല മരുന്നുകൾ പുതിയതായി 2021-22 കമ്പോളത്തിറങ്ങും. WHO സർട്ടിഫിക്കേഷനോടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മരുന്ന് കയറ്റുമതി ആരംഭിക്കും. കൊച്ചിയിലെ പെട്രോ കെമിക്കൽ പാർക്കിലെ 600 ഏക്കർ 170 ഏക്കർ BPCL വാങ്ങിക്കഴിഞ്ഞു. 1864 കോടി മുതൽമുടക്കുള്ള പാർക്ക് 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാവും. ഇവിടെ ബൾക്ക് ഡ്രഗ് ഉൽപ്പാദിപ്പിക്കാൻ ഒരു ഫാർമ പാർക്ക് കൂടി സ്ഥാപിക്കുന്നതാണ്. ലൈറ്റ് എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രധാനം KSIDCയുടെ പാലക്കാട് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ പാർക്കാണ്. 5 കോടി രൂപ വകയിരുത്തുന്നു. കിൻഫ്ര വീഡിയോ പാർക്ക് 2ാം ഘട്ട വികസനം 7 കോടി രൂപ. കൊച്ചിയിലെ 240 ഏക്കർ ഹൈടെക് പാർക്കിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ഇലക്ട്രോണിക് വിപ്ലവത്തിന് തുടക്കകാലത്ത് ആണ് കെൽട്രോൺ സ്ഥാപിച്ചത്. പല കാരണങ്ങൾ കൊണ്ടും ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നമുക്കായില്ല. കേരളത്തിലെ ഇലക്ട്രോണിക് ഹാർഡ്വെയർ വ്യവസായത്തിന്റെ നട്ടെല്ലായി ഇനി കെൽട്രോൺ തുടരും. ഇനിയും കെൽട്രോൺ തുടരും. വിവിധ കെൽട്രോൺ സ്ഥാപനങ്ങൾക്ക് 25 കോടി രൂപ വകയിരുത്തുന്നു. ആമ്പല്ലൂരെ ഇലക്ട്രോണിക് ഹാർഡ്വെയർ പാർക്കിന്റെ നിർമ്മാണം ഊർജിതപ്പെടുത്തും. മറ്റ് വൻകിട വ്യവസായങ്ങൾ 3 സുപ്രധാന വ്യവസായ ഇടനാഴികളാണ് ഇന്ന് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് കൊച്ചി പാലക്കാട് ഹൈടെക് ഇൻഡസ്ട്രിയൽ കോറിഡോറാണ്. ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി ഇതിനെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് 50% വീതം പങ്കാളിത്തമുള്ള സ്പെഷ്യൽ പർപ്പസ് കമ്പനിയാണ് ഈ പ്രൊജക്ട് നടപ്പാക്കുക. 10,000 കോടി രൂപ നിക്ഷേപവും 20,000 പേർക്ക് നേരിട്ട് ജോലിയും ലഭ്യമാകും. പാലക്കാടും കൊച്ചിയിലുമായി 2,321 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ നടന്നു വരികയാണ്. അതിന് ആദ്യ ഗഡു പണം കഴിഞ്ഞ ദിവസം കൈമാറി 346 കോടി രൂപ. കിഫ്ബിയിൽ നിന്നാണ് പണം അനുവദിക്കുക. ആദ്യഘട്ടത്തിൽ തന്നെ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് സിറ്റി, ഗിഫ്റ്റ് സിറ്റി, ഒരു ഫിൻടെക് സിറ്റി, ഹൈടെക് സിറ്റി, ഹബ്ബ് അയ്യമ്പുഴയിൽ 220 ഹെക്ടറിൽ സ്ഥാപിക്കും. ഇതായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ കോറിഡോറിൽ പൂർണ്ണ പ്രവർത്തനക്ഷമമാകുന്ന സെന്റർ. 20 കോടി രൂപ ഇങ്ങനെ വകയിരുത്തുന്നു. രണ്ടാമത്തത് മലബാറിന്റെ വികസനം ലക്ഷ്യമിട്ട് നമ്മുടെ മുൻകൈയിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊച്ചി മംഗലാപുരം ഇടനാഴി. ഇതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാവേണ്ടതുണ്ട്. അതിനിടയിൽ കണ്ണൂർ വിമാനത്താവളത്തിന് സമീപത്ത് 5,000 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് 12,000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. വിഴിഞ്ഞം തുറമുഖത്തോട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിന് കിഴക്ക് ഭാഗത്തൂടെ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ 78 കിലോമീറ്റർ ദൈർഘ്യമുള്ള 6 വരിപ്പാതയും അതിന് ഇരുവശങ്ങളിലുമായി 10,000 ഏക്കർ നോളജ് ഹബ്ബുകൾ, വ്യവസായ പാർക്കുകൾ, വിനോദ കേന്ദ്രങ്ങൾ, ടൗൺഷിപ്പുകൾ എന്നിവയുടെ വമ്പൻ ശൃംഖലയും സ്ഥാപിക്കാനാണ് പദ്ധതി. ഇതിനായുള്ള കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിർദ്ദിഷ്ട മേഖലയിൽ ഉള്ള നടപടികൾ നടക്കുകയാണ്. നിർദ്ദിഷ്ട മേഖലയിൽ ആര് ഭൂമി വിൽക്കുന്നതിന് തയ്യാറായാലും കമ്പോള വിലക്ക് വാങ്ങാൻ കമ്പനി സന്നദ്ധമാകും. വില ലാൻഡ് ബോണ്ടായി നൽകാം. റെഡി ക്യാഷ് വേണ്ടവർക്ക് അത് നൽകാം. ഭൂമി വിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ലാൻഡ് പൂളിംഗ് പദ്ധതിയിൽ പങ്കാളിയാവാം. കൈവശം വെക്കുന്ന ഭൂമിക്ക് 10 വർഷം കൊണ്ട് 4 ഇരട്ടി വില വർധനവ് ഉറപ്പു നൽകും. അല്ലെങ്കിൽ 4 ഇരട്ടി വിലക്ക് കമ്പനി വാങ്ങാൻ തയ്യാറാകും. കമ്പനി ഏറ്റെടുക്കുന്ന ഭൂപ്രദേശത്ത് പശ്ചാത്തല സൗകര്യം ഒരുക്കി ഇൻവെസ്റ്റേഴ്സിന് കൈമാറും. 25,000 കോടി രൂപയുടെ നിക്ഷേപവും 2.5 ലക്ഷം പ്രത്യക്ഷ തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നു. ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെന്റ് കമ്പനിക്ക് സീഡ് മണിയായിട്ട് 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, അങ്ങനെ ഏതാണ്ട് 50,000 കോടി രൂപയുടെ മുടക്ക് വരുന്ന 3 വ്യവസായ ഇടനാഴികളുടെ നിർമ്മാണം 2021-22 ആരംഭിക്കും. പ്രധാനപ്പെട്ട വികസന ഏജൻസികളായ KSIDCക്കും കിൻഫ്രക്കും മൊത്തം 401 കോടി രൂപ അനുവദിക്കുന്നു. ടയർ അടക്കമുള്ള റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുടെ ഹബ്ബ് സ്ഥാപിക്കുന്നതിന് വേണ്ടി
26% സർക്കാർ ഓഹരിയുള്ള കേരള റബ്ബർ ലിമിറ്റഡ് റുവേലി 1050 കോടി രൂപയാണ് പ്രതീക്ഷിത മുതൽ മുടക്ക്. അമുൽ മോഡൽ റബ്ബർ സംഭരിക്കുന്ന സഹകരണ സംഘം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം തുടരുകയാണ്. സഭയിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നു, സഹായം നൽകുന്നു. അടുത്ത 21-22 വർഷം 8 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇതുവരെ നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങൾ വളരെ വേഗത്തിൽ കാണാം. ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകി തോമസ് ഐസക്കിന്റെ ജനപ്രിയ ബജറ്റ്. എല്ലാ ക്ഷേമ പെൻഷനും 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പുതുക്കിയ പെൻഷൻ ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ. രണ്ടായിരത്തി 21-22 സാമ്പത്തിക വർഷത്തിൽ 8 ലക്ഷം പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് ധനമന്ത്രി. 3 ലക്ഷം തൊഴിൽ അഭ്യസ്ത വിദ്യർക്കും മറ്റുള്ളവർക്ക് 5 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. 5 ലക്ഷം സ്ത്രീ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ നൽകാൻ മുൻഗണന. 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നടപ്പാക്കും. തൊഴിൽ പരിശീലന പദ്ധതികളിൽ മാറ്റം വരുത്തും. 50 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് പരിശീലനം നൽകാൻ പദ്ധതി. പരിശീലനത്തിന് കെഡിക്സിന് കീഴിൽ പ്രത്യേക മിഷൻ. 60 ലക്ഷം പ്രൊഫഷണലുകളെ 3ആയി തിരിച്ച തൊഴിൽ പദ്ധതി. 70% നേട്ടവും വനിതകൾക്ക്. ഡാറ്റ എൻട്രി പോലുള്ള പദ്ധതിയല്ല സർക്കാർ ലക്ഷ്യമെന്ന് തോമസ് ഐസക്. ആരോഗ്യവകുപ്പിൽ 4000 പുതിയ തസ്തിക സൃഷ്ടിക്കുമെന്നും തോമസ് ഐസക്. ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപനം. ടെക്നോ പാർക്കിന് 29 കോടി, ഇൻഫോ പാർക്കിന് 32 കോടിയും അനുവദിച്ചു. സ്റ്റാർട്ടപ്പ് മിഷൻ യുവ സംരംഭക വികസന പരിപാടിക്ക് 59 കോടി വകയിരുത്തി. സ്റ്റാർട്ടപ്പുകൾക്കായി മെന്ററിംഗ് പ്ലാറ്റ്ഫോം. സർവകലാശാലകളിലെ അധ്യാപക തസ്തിക എല്ലാം നികത്തും. പുതുതായി 150 തസ്തികയെന്ന് പ്രഖ്യാപനം. കൂടുതലായുള്ള 1000 തസ്തികയ്ക്കായി പദ്ധതിയേതര വകയിരുത്തൽ. വിദ്യാഭ്യാസ വിദഗ്ധരുടെ പേരിൽ മികവിന്റെ കേന്ദ്രങ്ങൾ നടപ്പാക്കും. ഈ സർക്കാർ ആരംഭിക്കുന്നത് 30 മികവിന്റെ കേന്ദ്രങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 100 കോടി ബജറ്റിൽ. കിഫ്ബിയിൽ നിന്ന് 500 കോടി. 5000 നവകേരളം പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്. നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികവ് പരിശോധിച്ച് സംവിധാനം മെച്ചപ്പെടുത്തും. കെഡിക്സ് ആയിരിക്കും മികവിന്റെ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. പോളിമർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജനറിക് സയൻസ്, കാർഷിക പഠനം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് പ്രഖ്യാപനം. ഇന്നൊവേഷൻ ഇക്കോസിസ്റ്റത്തിലും ഫെലോഷിപ്പ്. ലോകത്തെ ഏറ്റവും നല്ല യുവശാസ്ത്രജ്ഞരെ എത്തിക്കുക ലക്ഷ്യം. കേരളം നൽകുന്നത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പ്. സ്കൂളുകളിൽ പോലെ കോളേജ് ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്യുമെന്ന് ധനമന്ത്രി. ആലുവ UC കോളേജിന് PG PKB സ്മാരക ലൈബ്രറി. 2000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് സർവകലാശാലകൾക്ക് നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പദ്ധതികൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അധിക സൗകര്യം. 1000 പുതിയ അധ്യാപക തസ്തിക. 30 മികവിന്റെ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കും. 22 രാജ്യങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന വെബിനാർ നടത്തും. മറ്റ് രാജ്യങ്ങളിലെ ജോലി സാധ്യത പ്രയോജനപ്പെടുത്താൻ സംവിധാനം. കേരള ഇന്നൊവേഷൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി കൌൺസിൽ പുനഃസംഘടിപ്പിക്കും. റബ്ബറിന്റെ തറവില 170 രൂപയാക്കി ഉയർത്തി ബജറ്റ് പ്രഖ്യാപനം. നെല്ലിന് സംഭരണ വില 28 രൂപയാക്കി. നാളികേരത്തിന്റെ സംഭരണ വില 5 രൂപ വർദ്ധിപ്പിച്ച് 32 രൂപയാക്കി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 1000 കോടി കൂടുതൽ അനുവദിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ പൂർണ്ണമായും കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി. ആരോഗ്യവകുപ്പിൽ 4000 പുതിയ തസ്തിക സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപനം. 60,000 കോടിയുടെ ഉത്തേജക പാക്കേജ് കിഫ്ബി വഴി നടപ്പാക്കും. 15,000 കോടിയുടെ കിഫ്ബി പദ്ധതി വരുന്ന സാമ്പത്തിക വർഷമെന്ന് ധനമന്ത്രി. കേരളത്തിൽ 2ാം വിദ്യാഭ്യാസ വിപ്ലവം. ലാപ്ടോപ്പ് വിതരണ പദ്ധതി കൂടുതൽ ഉദാരമാക്കുമെന്ന് പ്രഖ്യാപനം. ദുർബല വിഭാഗങ്ങൾക്ക് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ്. മറ്റ് BPL വിഭാഗങ്ങൾക്ക് 25% സബ്സിഡി. കുടുംബശ്രീ വഴി ഏപ്രിലിന് മുൻപ് ലാപ്ടോപ്പ്. പലിശ സർക്കാർ നൽകും. കെ-ഫോൺ 1ാം ഘട്ടം ഫെബ്രുവരിയിൽ. വ്യവസായ വാണിജ്യ സംരംഭങ്ങൾക്കും കെ-ഫോൺ. കെ-ഫോണിന്റെ ഓഹരി മൂലധനത്തിലേക്ക് 166 കോടി രൂപ വകയിരുത്തി.
കിഫ്ബിയിൽ നിന്ന് കെഡിസ്കിലേക്ക് മാറി തോമസ് ഐസക്. കെഡിസ്ക് വഴി വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി അധ്യക്ഷനായി പുതിയ സമിതി. പ്രധാന പദ്ധതികളെല്ലാം ഇനി കെഡിസ്ക് വഴി. ജില്ലാ ഇന്നവേഷൻ കൌൺസിലുകൾ നടപ്പാക്കും. ജലനിധി, ഒളവണ്ണ, ആശ്രയ, നെടുമ്പാശ്ശേരി, പച്ചക്കറി, കഞ്ഞിക്കുഴി ഇങ്ങനെ ഇന്നവേഷൻ പദ്ധതികൾ. മാൻഹോൾ നന്നാക്കാൻ റോബോട്ട് ഉപയോഗിച്ചതുപോലുള്ള പുതുമയുള്ള പദ്ധതികൾ. 3 വ്യവസായ ഇടനാഴികൾ നടപ്പാക്കും. കൊച്ചി പാലക്കാട് വ്യവസായ ഇടനാഴി കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ 2321 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി ആരംഭിച്ചു. ആദ്യഘട്ടം പണം കൈമാറിയെന്ന് ധനമന്ത്രി. ഇടവേള. ധോണിബായി 2 ട്രോഫികൾ.